ഏറെ അഭിമാനത്തോടെയാണ് ഞാൻ ഇന്ന് ഈ ഗേറ്റ് തുറക്കുന്നത്. കാരണം ഈ മണ്ണിലാണ് ആ ചരിത്രം പിറന്നത്. കൃത്യം 45 വർഷങ്ങൾക്ക് മുൻപ് ഇതേ മുറ്റത്തു നിന്നും ഓടിക്കേറി ലോകത്തിന്റെ നെറുകയിൽ ഭാരതത്തിന്റെ പതാക പാറിച്ച ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു ഇവിടെ. 1981 തായ്വാനിൽ നടന്ന 2ാം വനിതാ ലോകകപ്പിൽ ഭാരതത്തിന്റെ ജേഴ്സി അണിഞ്ഞവൾ. 2 ഏഷ്യ കപ്പുകളിൽ പങ്കെടുത്തവർ. വമ്പന്മാരായ ജർമ്മനിക്കെതിരെയുള്ള ഇന്ത്യയുടെ ചരിത്ര ഗോളിന് വഴി തുറന്നവൾ. തിരുവനന്തപുരം സ്വദേശി ലളിതമ്മ. പക്ഷേ ലോകം കീഴടക്കി തിരിച്ചെത്തിയിട്ടും ഈ പ്രതിഭയ്ക്ക് നമ്മുടെ നാടും നമ്മുടെ സിസ്റ്റവും അർഹിച്ച പരിഗണന നൽകിയും. അങ്ങനെ ഞാൻ കാത്തിരുന്ന ഏറെ നാളായി കാണാൻ ആഗ്രഹിച്ച ആ ചരിത്ര വനിത നമ്മളോടൊപ്പമുണ്ട്. എന്താ പറയണ്ടേന്ന് എനിക്കറിയത്തില്ല. വളരെയധികം സന്തോഷം കണ്ടതിൽ. കാരണം എന്താ പറയുന്നത്, ഒരു രോമാഞ്ചിഫിക്കേഷൻ മൊമെൻ്റ് ആണ്. 45 വർഷങ്ങൾക്ക് മുൻപ് ലോകകപ്പ് കളിച്ച, ജർമ്മനിക്കെതിരെ ലോകകപ്പ് കളിച്ച ആ ചരിത്ര ഗോള് ഇന്ത്യക്ക് സ്വന്തമാക്കാൻ കാരണക്കാരിയായ ലളിത മാം ആണ് ഇപ്പോൾ എൻ്റെ കൂടെ ഉള്ളത്. എനിക്ക് എവിടെ നിന്ന് തുടങ്ങണമെന്ന് അറിയത്തില്ല സത്യം പറഞ്ഞാൽ. ഇപ്പോൾ ക്രിസ്ത്യാനോ, മെസ്സി, നെയ്മർ ഇവരെല്ലാം നമ്മൾ വാഴ്ത്തി പാടുന്നുണ്ട്. പക്ഷേ നമുക്ക് വാഴ്ത്തി പാടാൻ ഇവിടെ സ്വന്തമായിട്ടൊരാളുണ്ടായിരുന്നു. പക്ഷേ ഇത്രയും നാൾ എവിടെയായിരുന്നു? എനിക്കറിയില്ല. കാരണം ഞാനിപ്പോൾ നിങ്ങൾ തന്നെ ഇപ്പം അറിയുന്നത്, ഞാൻ ഈ മണക്കാട് സ്കൂള് ഞാൻ പഠിച്ചിറങ്ങിയ സ്കൂളാണ്. ഈ സ്കൂളിൽ പഠിച്ചിറങ്ങിയാണ് ഞാൻ ഇതെല്ലാം നേടുന്നത്. പലപ്പോഴും ഈ പരിശീലനമൊക്കെ കഴിഞ്ഞ് ചെല്ലുമ്പോൾ ഭക്ഷണം പോലും ഇല്ലാതിരുന്നൊരു കാലമുണ്ട്. അന്ന് പെൺകുട്ടികളൊക്കെ കളിക്കാൻ ഒരു ഗ്രൗണ്ട് ഇല്ലാത്തൊരു കാലമുണ്ട്. അപ്പോൾ പ്രതിസന്ധികളെയൊക്കെ പടവെട്ടി ലോകകപ്പിൻ്റെ നെറുകയിലെത്തിയ ഒരു ചരിത്ര വനിത എന്ന് തന്നെ ഞാൻ വിശേഷിപ്പിച്ചോട്ടെ. എങ്ങനെയായിരുന്നു ആ ഒരു പോരാട്ടം, അല്ലെങ്കിൽ ആ പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്ത് എങ്ങനെയാണ് ഈ ലോകകപ്പിൻ്റെ അങ്കത്തട്ടിൽ വരെ എത്തിപ്പെട്ടത്? അത് പറയാൻ വാക്കുകളില്ല. ഞാനത് പറഞ്ഞു തുടങ്ങുമ്പോൾ ശരിക്കും ഞാൻ വികാരഭരിതയാവും. എനിക്ക് അത്രയ്ക്കും ഒരു എന്താ വെച്ചാൽ ഇപ്പോൾ എനിക്കത് അഭിമാനത്തോടു കൂടി പറയാൻ തന്നെ സാധിക്കും. വളരെ ഇല്ലായ്മയിൽ നിന്നുള്ള ഒരു കുടുംബത്തിൽ നിന്നാണ് ഞാൻ ഇതിലോട്ട് കടന്നു വരുന്നത്. വളരെ പരിമിതികളും റെസ്ട്രിക്ഷൻ എന്ന് പറഞ്ഞാൽ വളരെയധികം റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം. എൻ്റെ വീട്ടിലും അതുപോലെ തന്നെ 8 മക്കളാണ്. ഈ 8 മക്കളുടെ ഇടയിൽ നിന്നും 5 പെണ്ണും 3 ആണ്, അങ്ങനെയൊക്കെയുള്ള ഒരു ഈ പെൺപിള്ളേരാരും പുറത്തുനിന്ന് ഇറങ്ങാൻ പാടില്ല എന്നുള്ള ആ ഒരു രീതിയിലായിരുന്നു ഞങ്ങളെയൊക്കെ വളർത്തിയതും. എന്ന് വെച്ചാൽ ഞങ്ങൾ വളരുന്ന ആ സ്ഥലവും ഒക്കെ ആ രീതിയിലുള്ളതാണ്. അപ്പോൾ ശരിക്കും എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചേച്ചി കളിക്കാൻ പോകും. അപ്പോൾ ചേച്ചിയുടെ കൂടെ കൂട്ടിന് പോകുന്നതാണ്. അവിടെ ഒരു ഗ്രൗണ്ടുണ്ട്, നല്ലൊരു ഗ്രൗണ്ട്. ആ ഗ്രൗണ്ട് ഇപ്പം കടലെടുത്തൊക്കെ പോയി ഒരു ശക്കലം എന്തേ ഉള്ളൂ. അപ്പോൾ അവിടെയുള്ള പലരും കണ്ടിട്ട് പറയും, ഈ കൊച്ചിന് എന്താ വേറെ ജോലിയില്ലേ, ഇതിനെന്താ ബോൾ അവിടെ ഇറങ്ങി കളിച്ചൂടെ? അപ്പോൾ അവിടുത്തെ ഒരു പ്രസിഡന്റ് എന്നോട് ഒന്ന് പറഞ്ഞു, കുട്ടിക്ക് എന്താ അതിനവിടെ ഇറങ്ങി കളിച്ചൂടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, എൻ്റെ വീട്ടിൽ എന്നെ വഴക്ക് പറയും എന്നുള്ളത് പറഞ്ഞു. അങ്ങനെ എൻ്റെ ബ്രദർ ഒരു ദിവസം രാത്രി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇല്ല മോളെ നീ അവിടെ കളിക്കാൻ പോകുന്നുണ്ട്. ഇല്ല, ഞാൻ ചേച്ചിയോട് കൂട്ടിന് പേടിച്ചിട്ടാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, ഇല്ല നീ പോകണം. ശരിക്കും ഞാൻ എന്നെ പിടിച്ചങ്ങ് കെട്ടിപ്പിടിച്ച് ഭയങ്കര സന്തോഷം. പിറ്റേ ദിവസം പുലരുവോളം കാത്തിരുന്നു. നിരന്തരമുള്ള കഠിനമായിട്ടുള്ള, അവർ പ്രത്യേകിച്ചൊരു കോച്ചോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല. ഇവർ കളിക്കുമ്പോൾ അവരുടെ കൂടെ കളിക്കും. അങ്ങനെയുള്ളൊരു പ്രാക്ടീസിൻ്റെ ആ ഒരു ഇതുകൊണ്ട് തന്നെയാണ് ഇവിടം വരെ വന്നെത്താൻ സാധിച്ചത്. തീർച്ചയായും. ഞാൻ ഒരു രസകരമായൊരു കാര്യം പറയട്ടെ. ഞാൻ മാമിനെ പറ്റി ഇങ്ങനെ പഠിക്കുമായിരുന്നു. ഇപ്പോൾ ഫിഫ വേൾഡ് കപ്പിൻ്റെ സമയമാണ്. അപ്പോൾ ഞാനിങ്ങനെ റിസർച്ച് ചെയ്യുമായിരുന്നു നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കളിക്കാർ. അങ്ങനെയാണ് ലളിത മാമിലേക്ക് ഞാൻ എത്തിപ്പെടുന്നത് ആ ഒരു ചരിത്രം പരിശോധിച്ചപ്പോൾ. അപ്പോൾ ഞാൻ കണ്ട രസകരമായൊരു പത്ര കട്ടിങ്സ് ഉണ്ട്. ഇങ്ങനെ ഗോൾ അടിക്കല്ലേ ചേച്ചി എന്നൊരു പത്ര കട്ടിങ്സ് ആണ്. അത് അതായത് മാമിൻ്റെ ചിത്രമാണ്. അതായത് ബംഗാളിനെ കുത്തിച്ചു. എങ്ങനെ ആ കാലഘട്ടമൊക്കെ ഒന്ന് ഓർത്തെടുക്കുന്നത്? അപ്പം എനിക്ക് അറിയേണ്ടത് വളരെ പെട്ടെന്ന് നമുക്ക് മാം സ്വന്തമാക്കിയ ചരിത്ര നേട്ടം, കളിച്ച കളികൾ, അതും കൂടി ഒന്ന് പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുക്കാൻ തോന്നുന്നു. തീർച്ചയായിട്ടും. ഞാൻ ജനിച്ചു വളർന്ന നാടെന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് മുട്ടത്തറ എന്ന് പറയുന്ന പ്രദേശത്താണ്. നമ്മുടെ ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയം, ആ സ്റ്റേഡിയത്ത് 84 9th നാഷണൽ നടക്കുകയാണ് വനിതകൾക്ക് വേണ്ടി. ആ നാഷണൽ നടക്കുന്ന സമയത്ത് നമുക്ക് നമ്മൾ കർണാടകയ്ക്കെതിരെ സെമിയിൽ ഹാട്രിക് അടക്കം 4 ഗോളുകൾ അടിക്കുന്നത് ഞാനാണ്. അത് കഴിഞ്ഞതിന് ശേഷം ബംഗാൾ, ഒരിക്കലും നമുക്ക് ബംഗാളിനെ പൊട്ടിക്കാൻ സാധിക്കില്ല. അതെ, ആ ബംഗാൾ ഇപ്പോൾ നമ്മുടെ ലിംക ബുക്ക് റെക്കോർഡിൽ കിടക്കുന്ന ശുക്ലാദത്ത അടിച്ച ഗോളിനെതിരെ ഒരു ഗോള് ഞാൻ അടിക്കുകയാണ്. ആ ഗോളിൻ്റെ ബലത്തിൽ നിങ്ങൾ 1-1 ഡ്രോ ആയിട്ട് സമനില
ജോയിൻറ്റ് വിന്നേഴ്സായിട്ട് പ്രഖ്യാപിക്കുന്നു. ആ ചരിത്രങ്ങളും ആ പത്രക്കട്ടിങ്സും എല്ലാം എൻ്റെ കൈവശം ഇപ്പോഴും ഇരിപ്പുണ്ട്. ആ സർട്ടിഫിക്കറ്റിൻ്റെ അടിസ്ഥാനം അന്ന് നമ്മൾ ജോയിൻറ്റ് വിന്നേഴ്സ് ആകുന്ന ആ സർട്ടിഫിക്കറ്റിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് അതിലുള്ള എല്ലാ പേർക്കും, ആ ടീമിലെ എല്ലാ പേർക്കും ജോലി ലഭിക്കുന്നു. മാം കാരണമാണ് ഇത്രയും പേർക്ക് ജോലി കിട്ടിയതെന്ന് കൂടി ഞാനൊന്ന് പറഞ്ഞോട്ടെ. എന്ന് ഞാൻ പറയുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളെപ്പോലുള്ളവർക്ക് ആ പത്രം വായിച്ചിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റും. ആ സർട്ടിഫിക്കറ്റ്, അതായത് 1991 ഫീഫ വനിതാ ഫുട്ബോൾ അംഗീകരിക്കപ്പെടുന്നത്. പക്ഷേ അതിന് മുന്നിലും വനിതകൾക്ക്, വനിതാ ഫുട്ബോളിന് ഒരു ചരിത്രമുണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങളിപ്പോൾ ഈ പത്രം വായിച്ചപ്പോഴെങ്കിലും നിങ്ങൾ മനസ്സിലാക്കി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ചരിത്രം, ഈ ചരിത്രങ്ങളെ ഈ വനിതാ ഫുട്ബോളിലൂടെ നേടിയ നേട്ടം, എനിക്ക് 82-ലാണ് ഞാൻ സർവീസിൽ പ്രവേശിക്കുന്നതും. അത് അന്നത്തെ കരുണാകരൻ മന്ത്രിസഭ. അതെ, അപ്പോൾ അവിടെ ഒരു സുപ്രധാന ചോദ്യം ഉയരുന്നുണ്ട്. പൊളിറ്റിക്സ് ഒന്നും കൂട്ടിക്കലർത്തല്ല, അന്ന് കരുണാകരൻ സർക്കാരിൻ്റെ സമയമാണ്. ഒരു ലോകകപ്പിൻ്റെ അങ്കത്തട്ടിൽ പോയി പൊരുതി വലിയ രീതിയിൽ ഒരു ജർമ്മനിക്കെതിരെ ഗോൾ നേടാൻ കാരണക്കാരി മാമാണ്. അപ്പോൾ അത്രത്തോളം ആവേശമുള്ളൊരു വാർത്ത, അല്ലെങ്കിൽ അത്രത്തോളം ആവശ്യം ഒരു പോസിറ്റീവ് വാർത്തയാണത്. അത് നാട്ടിലെല്ലാവരും അറിഞ്ഞു. പക്ഷേ അപ്പോഴും വേണ്ടത്ര ഒരു പ്രാതിനിധ്യം കിട്ടില്ല. ആ സ്ഥാനത്ത്, മാമിൻ്റെ സ്ഥാനത്തൊരു പുരുഷനായിരുന്നുവെങ്കിൽ ഉറപ്പായിട്ടും അവന് അർഹിച്ചൊരു പരിഗണന ലഭിക്കുമായിരുന്നു. എന്തുകൊണ്ടാണ്? അതിലൊരു വിഷമമുണ്ടോ ആ സമയത്ത് ഒരു KSRTC ജോലിയിൽ മാത്രം ഒതുങ്ങിപ്പോയി, പിന്നെ മാമിനെ പറ്റി ഒരു വിവരവും ഇല്ല എന്ന് പറയുന്നത്? അർഹിച്ചൊരു പരിഗണന കിട്ടിയിട്ടില്ല എന്ന് തോന്നിയിട്ടുണ്ടോ? ഒരിക്കലുമില്ല. കാരണം നമ്മുടെ കേരളത്തിൻ്റെ പരമോന്നത ബഹുമതിയായ GV രാജ് അവാർഡ് 82-83 നൽകുകയുണ്ടായി. അത് തന്നെയാണ് ഏറ്റവും വലിയ ഒരു ഗിഫ്റ്റായിട്ട് കരുതുന്നത്. പിന്നെ ഒരു ജോലി, ഈ ജോലി എന്ന് പറഞ്ഞാൽ ഈ ജോലിയോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അവാർഡോ ഒന്നും കിട്ടുമെന്ന് വിചാരിച്ചിട്ടല്ല ഇതിലോട്ട് ഇറങ്ങി ചെന്നതും. 81 സെക്കൻഡ് ഇൻവിറ്റേഷണൽ വേൾഡ് വിമൻസ് വേൾഡ് കപ്പ് തൈവാനിൽ നടത്തപ്പെട്ടപ്പോൾ അതിലും പങ്കെടുത്ത് ഏക മലയാളി. തായ്വാന്റെ കാര്യം പറയുമ്പോൾ എനിക്കൊരു കാര്യം പറയാനുണ്ട്. അതായത് ആ ഗോൾ ജർമ്മനിക്കെതിരെ പോരാടി, ഒപ്പം നമുക്ക് ഗോൾ കിട്ടാൻ കാരണക്കാരെ കൂടിയാണ്. എങ്ങനെ ആ ഒരു പെട്ടെന്ന് അങ്ങോട്ടേക്ക് ആ ഒരു സ്റ്റേഡിയത്തിലേക്ക് എത്തിപ്പെട്ട, എന്തായിരുന്നു ആ സമയത്ത് ഒരു ആവേശമുള്ളിൽ? ശരിക്കും ഞാൻ ആ ഗോളിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ അസിസ്റ്റ് ചെയ്ത് കൊടുത്ത ഒരു ഗോളെന്ന് പറഞ്ഞാൽ, പോയി ആ ട്രിപ്പിൾ ചെയ്ത് കോർണറിൻ്റെ അവിടെ നിന്ന് ക്രോസ് ചെയ്ത് കൊടുക്കുന്നു. ബംഗാൾ ഇപ്പോൾ അർജുന അവാർഡ് ജേതാവായ ശാന്തി മാലിക്, ബംഗാളുകാരിയാണ്. അവൾ അതിമനോഹരമായിട്ട് അതൊരു ബൈസൈക്കിൾ കിക്കിലൂടെ അത് ഗോളാക്കുന്നു. അതിപ്പോഴും എൻ്റെ കണ്ണിൽ നിന്ന് മാറാതെ നിൽക്കുകയാണ്. വിദേശികളിട്ട് കളിക്കുന്ന ബൂട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്യൂമയുടെയും ആഡിഡാസിൻ്റെയൊക്കെ ബൂട്ടുകൾ, അത് കാണുമ്പോൾ നമുക്ക് കൊതി തോന്നും. നമ്മളിവിടെ ഈ മുള്ളാണി ധരിച്ചിട്ട് ഈ സ്കോർക്ക് ഇങ്ങനെ മുറിച്ചെടുത്തിട്ട് അതിനെ ഇങ്ങനെ ഇതാക്കിയിട്ട് കട്ടയാക്കിയിട്ട് ഇതിനെ തേഞ്ഞ് വരുമ്പോൾ വീണ്ടും കൊണ്ടുപോയി അതിനെ ശരിയാക്കി കൊണ്ടുപോയി നമ്മുടെ സെക്രട്ടേറിയറ്റിൻ്റെ ഇപ്പുറത്തൊരു ചെരുപ്പ് നന്നാക്കുന്ന ആളുണ്ട്. അദ്ദേഹമാണ് ഇതൊക്കെ ശരിയാക്കി തരുന്നത്. നമ്മുടെ RK ബാനർജി എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മുടെ ബംഗാളിലെ കോച്ചായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യയാണോ ഞങ്ങളുടെ ലേഡി മാനേജർ. അവർ എന്നോട് ലളിത വിളിക്കുന്നുണ്ട്, ലളിത മലയാളി അസോസിയേഷൻ്റെ ആൾക്കാർ വന്ന് നിൽക്കുകയാണ്. ശരിക്കും ഞാൻ നോക്കിയപ്പോൾ ഒരു വലിയൊരു സൂട്ട് കേസുമായിട്ട് ഫസ്റ്റ് അവരെടുത്ത് നീട്ടിയത് എൻ്റെ ഒരു അഡാസിൻ്റെ ഒരു ബോട്ടാണ്. ആ ബൂട്ടാണ് പിന്നീടുള്ള ഹൈറ്റിയുടെ കൂടെയും ഫിലിപ്പീൻസിൻ്റെ കൂടെയൊക്കെ ഇട്ട് ഞാൻ കളിക്കുന്നത്. വർഷങ്ങൾക്കിപ്പുറം മാം ഇന്ന് എത്ര പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കുമാണ് ഫ്രീ കോച്ചിങ് നടത്തുന്നത്, അല്ലെങ്കിൽ ഭക്ഷണം വാങ്ങിക്കൊടുക്കുന്നത്, ബൂട്ട് വാങ്ങിക്കൊടുക്കുന്നത്, ഫുട്ബോൾ വാങ്ങിക്കൊടുക്കുന്നത്. അതായത് ഒരു രൂപ പോലും പ്രതീക്ഷിക്കാതെ സ്വന്തം കയ്യിൽ നിന്നും പൈസ മുടക്കി അവർക്കായൊക്കെ അത്രയും നല്ല കാര്യങ്ങൾ ചെയ്യുന്നു. അത് എന്താണ് അതിന് പിന്നിൽ? ഒരു അടങ്ങാത്ത ഫുട്ബോൾ പ്രേമിയുടെ ആ ഒരു സ്നേഹമാണോ? ഇനിയും കുട്ടികൾ ഉയർന്നു വരണമെന്നാണോ? എന്താണ് ആ ഒരു സമൂഹ സേവനത്തിന് പിന്നിൽ? ഇല്ലായ്മയിൽ നിന്നാണ് ഞാൻ ഇത്രയും നേടിയത്. ഞാൻ എന്ത് നേടിയോ അതിൻ്റെ ഒരു അല്പം തിരിച്ച് കൊടുത്തിട്ട് പോകണം എന്നൊരു കോൺസെപ്റ്റ്. ഈ സ്കൂളിൽ ഞാൻ പഠിക്കുമ്പോൾ ഉച്ചയ്ക്ക് ഒരു നേരത്തെ ആ ഒരു കഞ്ഞി, പഞ്ചപൂർ ഫണ്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ആ കഞ്ഞി കുടിക്കാനുള്ള ഒരു ആർത്തിയോട് കൂടിയാണ് ഞാൻ സ്കൂളിൽ വന്ന് പോകുന്നതുമൊക്കെ. ആ ചരിത്രം ഇന്ന് വെച്ച് നോക്കുമ്പോൾ ഇന്ന് എനിക്ക് ദൈവം എല്ലാം തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വിഹിതം ഞാൻ കുട്ടികൾക്ക് കൊടുക്കുന്നു എന്നുള്ളതേ ഉള്ളൂ, പ്രത്യേകിച്ചും ഫുട്ബോൾ ഫീൽഡിൽ.
നമ്മൾ തമ്മിലൊരു സിമിലാരിറ്റി ഉണ്ട്. എന്താണെന്ന് അറിയാമോ? മാമിന് ഇഷ്ടം ക്രിസ്ത്യാനോ റൊണാൾഡോ ആണ്. എനിക്കും, ഞാനും എൻ്റെ റൊണാൾഡോയുടെ ഡൈ ഹാർഡ് ഫാനാണ്. റൊണാൾഡോയും മാമും തമ്മിൽ ഒരു സിമിലാരിറ്റി ഉണ്ട്, അതും കൂടി നമുക്കൊന്ന് പറഞ്ഞു പോകാം. തീർച്ചയായിട്ടും അദ്ദേഹത്തെ ഞാൻ ഇഷ്ടപ്പെടുന്നത് കളിക്കാരന് എന്ന അതിൽ ഉപരി ഞാൻ ഇഷ്ടപ്പെടുന്നത് അദ്ദേഹം ഒരു ചാരിറ്റി പ്രവർത്തകനാണ്. ഒത്തിരി അദ്ദേഹത്തിന് കിട്ടുന്ന അതിൽ ഈ കളിയിലൂടെ കിട്ടുന്ന ആ ഇതിൽ നിന്നും അതിൻ്റെ ഒരു 75%, 80%ഓളം ചാരിറ്റി പ്രവർത്തനത്തിന് വേണ്ടിയാണ് ചെലവഴിക്കുന്നത്. അതാണ് അദ്ദേഹത്തെ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. യെസ്. അപ്പം മദർ തെരേസയുടെ അടുത്ത് നിന്ന് ഓട്ടോഗ്രാഫ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ അടുത്ത് നിന്ന് അനുഗ്രഹമൊക്കെ വാങ്ങിയിട്ടാണ് കളിക്കാൻ പോയത്. എങ്ങനെയാണ് ആ നിമിഷത്തെ ഓർത്തെടുക്കുന്നത്? അതൊക്കെ എനിക്ക് ഇപ്പോഴും പറയുമ്പോൾ ആ ചോദ്യം ചോദിക്കുമ്പോൾ തന്നെ എനിക്ക് വളരെയധികം എന്തോ ഒരു ഭയങ്കര ആ പറയാനുള്ള മറുപടി പറയാൻ തന്നെ എനിക്ക് എൻ്റെ കണ്ണ് നിറയും. കാര്യം എന്ന് വെച്ചാൽ ഞാൻ അത്രയും അധികം ഇഷ്ടപ്പെടുകയും ആരാധിക്കുകയും ചെയ്യുന്ന 2 വ്യക്തിത്വങ്ങളായിരുന്നു അന്ന് നമ്മളത്ര ചെറുപ്പം, നമ്മൾ തീരെ കുഞ്ഞുങ്ങളെ പോലെയാണ്. അപ്പോൾ ഇവരുടെയൊക്കെ അടുത്ത് ചില പേടിച്ചാണ്. പക്ഷെ നമ്മൾ ആരാധിക്കുന്ന വ്യക്തിത്വങ്ങളാണല്ലോ. അപ്പം ചെന്ന് നമ്മുടെ അടുത്ത് അവരുടെ കയ്യിൽ സ്പർശിക്കുക എന്ന് പറയുന്നത് തന്നെ വളരെ ആ ഫീലാണ് എനിക്കിപ്പോൾ ഉള്ളത്. എന്നിട്ട് മദർ തെരേസ അവര് തന്നെ ഈ നെറ്റിൽ ചുംബിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെട്ടിപ്പിടിച്ചിട്ടാണ് ചുംബിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ പെൺകുട്ടികൾക്ക് നൽകാനുള്ള ഒരു ഉപദേശം, ഇതുപോലെ ഫുട്ബോളർ ആവാൻ ആഗ്രഹമുള്ള പെൺകുട്ടികളുണ്ട്, എന്നെപ്പോലെ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടികൾ. അപ്പോൾ മാം ഇതെല്ലാം ഈ സ്റ്റേജിലെല്ലാം കൂടി കടന്നു വന്നൊരു ധീര വനിതയാണ്, ചരിത്ര വനിതയാണ്. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും, ആൺകുട്ടികൾക്കും ആയിക്കോട്ടെ, എല്ലാവർക്കും കൂടി പകർന്നു നൽകാനുള്ള ഒരു ഉപദേശം അതെന്തായിരിക്കും? നമ്മുടെ ഈ സ്കൂൾ തലങ്ങളിൽ നിന്നും കുട്ടികൾ ഇതിനോട് താല്പര്യം കാണിച്ച് ഇറങ്ങി വരികയും അവരെ ശരിക്കും സപ്പോർട്ട് ചെയ്ത് സ്കൂൾ അധികൃതർ ഇതിനെ സപ്പോർട്ട് ചെയ്ത് ഇതിനകത്ത് ഇറക്കാനും ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ ധാരാളം കുട്ടികൾ ഇതിനകത്ത് കടന്നു വരുമെന്ന് അതിനൊരു സംശയം വേണ്ട. പാരൻസ് അതിനെ സപ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ ഈ എന്ന് വെച്ചാൽ അത്രയും റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്ന കാലത്തും ഇല്ലായ്മ ഉണ്ടായിരുന്ന കാലത്തും ഇത്രയും നേട്ടങ്ങൾ നേടാൻ സാധിച്ചെന്നുണ്ടെങ്കിൽ ഇപ്പോഴ് ഈ എന്തെല്ലാം സൗകര്യങ്ങൾ കിട്ടിയിരിക്കുന്നു. ആ കിട്ടുന്ന കുട്ടികൾക്ക് ഇതിലോട്ട് കടന്നു വന്നാൽ കിട്ടുന്ന അച്ചീവ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ അവർ എന്നെക്കാൾ ഉപരി നേടാൻ സാധിക്കും. ഉറപ്പാണ്, അതിന് സംശയമൊന്നും വേണ്ട. അതുകൊണ്ട് നിങ്ങൾ ആ കുട്ടികൾ നമ്മുടെ ലഹരി ഫുട്ബോൾ ഞാൻ ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഞാൻ അവരോട് സജസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫുട്ബോൾ ഒരു ലഹരിയായിട്ട് അവരെടുക്കട്ടെ. എല്ലാ പ്രതിസന്ധികളെയും പടവെട്ടി പൊരുതാൻ നമുക്ക് എല്ലാവർക്കും ആകട്ടെ എന്നാണ് മാം നമുക്ക് ആശംസിക്കുന്നത്. എന്തായാലും വളരെയധികം നന്ദി. ഒരുപാട് സന്തോഷം, അഭിമാനം തോന്നുന്നു.